യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ താമസിക്കുമ്പോൾ പൊതുജന സഹായം ആവശ്യമായി വരാൻ സാധ്യതയുള്ള 75 രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള കുടിയേറ്റ വിസകളുടെ പ്രോസസ്സിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. യുഎസിൽ പൊതുനിരക്കുകളാകാൻ സാധ്യതയുള്ള കുടിയേറ്റക്കാരെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങൾ കർശനമാക്കി നവംബറിൽ പുറപ്പെടുവിച്ച വിശാലമായ ഉത്തരവ് അനുസരിച്ച് ബാധിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ വിസ അപേക്ഷകൾ നിർത്താൻ കൗൺസിലർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. പ്രതിഷേധങ്ങളുടെ ഒരു തരംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് വേണ്ടി വേഗത്തിലുള്ള വിചാരണ നടത്തുമെന്ന് ഞാൻ മത്സരിച്ച ജുഡീഷ്യറി ചീഫ് പ്രതിജ്ഞയെടുത്തു. എന്നാൽ അധികാരികൾ ഇത് കലാപമായി തള്ളിക്കളഞ്ഞതായി സ്റ്റേറ്റ് ടെലിവിഷൻ പറഞ്ഞു. ഇറാനിയൻ സുരക്ഷാ സേനാ പ്രകടനങ്ങൾ അടിച്ചമർത്തുന്നതിൽ കുറഞ്ഞത് 3428 പ്രതിഷേധക്കാരെ കൊന്നൊടുക്കിയതായി നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് എൻജിഒ ബുധനാഴ്ച പറഞ്ഞു. 10,000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായും കൂട്ടിച്ചേർത്തു. ഹരിയാന മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശത്രുജിത് സിംഗ് കപൂറിനെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവിയായി നിയമിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥൻ YS പുരംകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ വർഷം ശ്രീ കപൂറിനെ അവധിയിൽ അയക്കുകയും പിന്നീട് സംസ്ഥാന DGP ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വിജയ് നായകനായ ജനനായകൻ എന്ന ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിനെതിരെ ആ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് സമർപ്പിച്ച അപ്പീൽ ജസ്റ്റിസ് ദീപങ്കർ ദത്തയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും.